എന്തായാലും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ മണിക്കൂറുകൾക്കുള്ളിൽ അറിയാമെന്ന് കെപിസിസി വർക്കിംഗ് പ്രസിഡന്റ് എ.പി. അനിൽകുമാർ പറഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ പി.വി. അൻവറിന്റെ ഒരു സമ്മർദ്ദവും കോൺഗ്രസിനില്ല. പൊട്ടിത്തെറിയോ വിമത നീക്കമോ നിലമ്പൂരിൽ ഉണ്ടാകില്ലെന്നും കോൺഗ്രസിൽ നിന്ന് ആരെയും സിപിഎമ്മിന് ലഭിക്കില്ലെന്നും എ.പി. അനിൽകുമാർ ന്യൂസ് 18 പറഞ്ഞു. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ എല്ലാവരും കാത്തിരിക്കുന്നത് കോൺഗ്രസിന്റെ യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി ആരാണ് എന്നറിയാനാണ്. നമ്മോടൊപ്പം ചേരുന്നത് യു.ഡി.എഫിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള കെപിസിസി വർക്കിംഗ് പ്രസിഡന്റായ എ.പി. അനിൽകുമാറാണ്. ആരാണ് യു.ഡി.എഫിന്റെ സ്ഥാനാർത്ഥി എന്ന ചോദ്യം മാത്രമാണ് എല്ലായിടത്തും ഉയരുന്നത്. അതിനുശേഷം ബാക്കി എല്ലാ കാര്യങ്ങളിലും മറ്റ് പാർട്ടികൾ പോലും തീരുമാനിക്കുമെന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. ഏതാനും മണിക്കൂറുകൾ കൊണ്ട് ആരാണ് സ്ഥാനാർത്ഥി എന്നുള്ള തീരുമാനമാവും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രഗത്ഭരായ രണ്ട് സ്ഥാനാർത്ഥികൾ, ഞങ്ങളുടെ DCC പ്രസിഡന്റ് ശ്രീ VS ജോയ്, അതുപോലെ തന്നെ KPC ജനറൽ സെക്രട്ടറി ശ്രീ ആര്യാടൻ ഷൗക്കത്ത്, രണ്ടുപേരും ഞങ്ങളുടെ ഏറ്റവും പ്രഗത്ഭരായ സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ സ്ഥാനാർത്ഥി പരിഗണനയിലുള്ളവരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമുക്ക് മറ്റ് സാഹചര്യങ്ങളെല്ലാം കൂടി പരിഗണിച്ച് വേണം നേതൃത്വത്തിനൊരു തീരുമാനമെടുക്കാൻ. ആ തീരുമാനം മണിക്കൂറുകൾക്കകം ഉണ്ടാവും. അതോടെ തന്നെ പ്രഖ്യാപനവും വരും. പാലക്കാട് പോലെ ഒരു പൊട്ടിത്തെറിയോ വിമതൻ വരുന്ന സാഹചര്യം എന്തെങ്കിലും ഉണ്ടാകുമോ? പാർട്ടി രണ്ടുപേരും ഒരേപോലെ പാർട്ടിയുടെ സ്ഥാനാർത്ഥി ഹൈക്കമാൻഡ് ആരെ തീരുമാനിച്ചു കഴിഞ്ഞാലും അത് അംഗീകരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടുപേരും പാർട്ടിയുടെ സീനിയർ ലീഡേഴ്സാണ്. പാലക്കാട്ടെ സ്ഥിതി അതായിരുന്നില്ല. അപ്പോൾ ഇവിടെ രണ്ടുപേരും പാർട്ടിയെ നയിക്കുന്ന ആളുകളാണ്. ഒരാൾ DC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി നയിക്കുന്ന ആളാണ്, ഒരാൾ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലുള്ള യാതൊരു രീതിയിലുള്ള പാർട്ടിയുടെ തീരുമാനം അംഗീകരിക്കുക എന്നതിനപ്പുറത്ത് മറ്റൊന്നും ആരും പ്രതീക്ഷിക്കേണ്ട. നിലമ്പൂരിൽ ഒരുപാട് നേതാക്കളുടെ ബാഹുല്യമാണ് നിലമ്പൂർ. അതാണോ ഈ പാർട്ടിയെ സംബന്ധിച്ച് ഇവിടെ സ്ഥാനാർത്ഥി തീരുമാനിക്കുന്നതിൽ ഒരു തലവേദന ഉണ്ടാക്കുന്നത്? അതൊരു തലവേദന ഇല്ല അതിനകത്ത്. രണ്ടുപേരും ഒരേ സ്ഥലത്തു നിന്നാണ്. രണ്ടുപേരും ഹോം കോൺസ്റ്റിറ്റ്യുവൻസി നിലമ്പൂരാണ്. രണ്ടുപേരും പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ രണ്ടുപേർക്ക് അവരെ അതിനകത്ത് പേര് പരിഗണിക്കപ്പെടുന്നതിൽ യാതൊരു തെറ്റുമില്ലല്ലോ. മറ്റാരെയോ അല്ലല്ലോ, ആ മണ്ഡലത്തിലുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് രണ്ടും പരിശോധിച്ച് ആവശ്യമായ തീരുമാനം നേതൃത്വം എടുക്കും. പി.വി. അൻവർ ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടോ? പി.വി. അൻവറിന്റെ ഒരു സ്വാധീനവും സമ്മർദ്ദവും കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ നിർണ്ണയിക്കുന്നതില്ല. അത് കോൺഗ്രസ് തീരുമാനിക്കേണ്ട കാര്യമാണ്, UDF തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് യാതൊരു സമ്മർദ്ദവും അൻവറിന്റെ ഭാഗത്തുനിന്നില്ല. അൻവർ തെരഞ്ഞെടുപ്പിൽ മുഖ്യ ഘടകമാവും തന്നെയാണ് ഇപ്പോഴും വരുന്നത്. അല്ല, UDFനെ സംബന്ധിച്ചിടത്തോളം ശക്തമായിട്ടുള്ള വേരോട്ടമുള്ള മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ അൻവർ ഉൾപ്പെടെയുള്ള എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾ സ്വീകരിക്കും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശക്തമായ കോൺഗ്രസ് വേരോട്ടമുള്ള, മുസ്ലിം ലീഗിനും അതുപോലെ വേരോട്ടമുള്ള, അതുപോലെ UDFന് ശക്തമായ വേരോട്ടമുള്ള ഒരു നിയോജകമണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2016 21 തോൽവി ആ ഒരു സാഹചര്യം കൊണ്ടുണ്ടായതാണ്. അപ്പോൾ അതുകൊണ്ട് അതോടൊപ്പം തന്നെ പ്ലസ് വരുന്ന വോട്ടുകൾ, അൻവറിൻ്റേത് ഉൾപ്പെടെയുള്ള വോട്ടുകൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിനെ സ്വാഗതം ചെയ്യും. കഴിഞ്ഞ 2 തവണയും കോൺഗ്രസിലെ വോട്ടുകൾ ചോർന്നതാണ് അവിടെ മണ്ഡലത്തിൽ തോൽവിക്ക് വഴിയൊരുക്കിയതെന്നാണ് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. ഇത്തവണ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവില്ല എന്ന് ഉറപ്പാണ്. കഴിഞ്ഞ 2 തവണ അതുമാത്രമല്ല, പല ഘടകങ്ങളുണ്ട്. അങ്ങനെ കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോർന്നു എന്ന ഒരു ഫൈൻഡിങ്സ് ഞങ്ങൾക്ക് ഒന്നുമില്ല. പക്ഷെ പല ഘടകങ്ങളും ഉണ്ടായിരുന്നു. ഇത്തവണ എല്ലാ ഘടകങ്ങളും ഞങ്ങൾക്ക് അനുകൂലമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു മെജോറിറ്റി ഞങ്ങൾക്ക് ഉണ്ടാവും. മറുവശത്ത് സ്വരാജിന്റെ പേരുകളൊക്കെ ചർച്ചയിൽ വരുന്നുണ്ട്. ഞങ്ങൾക്ക് അപ്പുറത്തുള്ള സ്ഥാനാർത്ഥി ആരാന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. CPMനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ സ്ഥാനാർത്ഥിയായിട്ടില്ല. ഇനിയും അവസാന നിമിഷം വരെ കാത്തിരിക്കും എന്നാണ് പറയുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ആ തർക്കമില്ലല്ലോ. അവിടെ CPMനൊരു സ്ഥാനാർത്ഥിയെ പോലും ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ആവും ആയേക്കും എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു രീതിയിലും സ്ഥായിയായിട്ട് ഒന്നോ രണ്ടോ പേരുകൾ പറയാൻ ഇതുവരെ CPMനില്ല. കോൺഗ്രസ് ആരും കിട്ടില്ലല്ലേ? അല്ല, ആ ഒരു പ്രതീക്ഷ ഏതായാലും വേണ്ട. കോൺഗ്രസ് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പിനെ നേരിടും. എപ്പോഴാണ് പ്രഖ്യാപനം എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ, മണിക്കൂറുകൾക്കകം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ഉണ്ടാവും. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് UDF ക്യാമ്പ്. ആര്യാടൻ ഷൗക്കത്തായാലും VS ജോയ് ആയാലും മികച്ച വിജയം ഉറപ്പാണെന്ന് നേതൃത്വം പ്രതീക്ഷിക്കുന്നു. CV അനുമോദ്, മലപ്പുറം. ഉപതെരഞ്ഞെടുപ്പിനുള്ള വിജ്ഞാപനം കൂടി പുറത്തിറക്കിയിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഈ ഘട്ടത്തിൽ അതുകൂടി വരികയാണ്.